ഹൈ ഡിയർ ഓൾ സ്റ്റുഡൻസ്, നിതിൻ ശേഖറാണ്. CMA ക്യാറ്റിൻ്റെ എക്സാംസിൻ്റെ ഇൻസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ ആണിത്. നമുക്കറിയാം ആസ് യൂഷ്വൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഡിസംബർ 14 നമ്മുടെ CMA ക്യാറ്റിൻ്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൺ ടുമാറോ ഓൺവേർഡ്സ്. ഡിസംബർ 14 ക്യാറ്റിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ നമുക്കറിയാം. നമ്മൾ ക്യാറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്ന സമയത്ത് 4 പേപ്പേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാർട്ട് 1, ദെൻ അത് കഴിഞ്ഞിട്ട് അപ്ലൈഡ് ബിസിനസ് ലോ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ലോ ആൻഡ് എത്തിക്സിൻ്റെ രണ്ടാമത്തെ വേറൊരു പേപ്പർ, ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാർട്ട് 2, ദെൻ അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ്. അങ്ങനെ 4 പേപ്പേഴ്സായിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എക്സാംസ് നടത്തുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ബിഫോർ നൂൺ സെക്ഷനിൽ രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാർട്ട് 1ൻ്റെ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതിനകത്ത് ലോ ആൻഡ് എത്തിക്സിൻ്റെ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും, അങ്ങനെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ഒരു പേപ്പറിൻ്റെ എക്സാം. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാർട്ട് 2ഉം സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസും കൂടെ ചേർത്തിട്ടുള്ള 100 മാർക്കിൻ്റെ അടുത്ത എക്സാം. ഓക്കെ, അങ്ങനെ 2 എക്സാംസ് ആയിട്ടാണ് നടത്തുന്നത്. ഉച്ചയ്ക്ക് മുന്നേ, അതായത് ബിഫോർ നൂൺ സെക്ഷനിൽ 10 മണി മുതൽ 12 മണി വരെയും ആഫ്റ്റർനൂൺ സെക്ഷനിൽ 2 മണി മുതൽ 4 മണി വരെയാണ് എക്സാം വരുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ പാസ് മാർക്ക് നമുക്ക് ജനറലി അറിയാം. ഉച്ചയ്ക്ക് മുന്നേ നടക്കുന്ന ബിഫോർ നൂൺ സെക്ഷനിൽ 100 മാർക്കിനാണ് നമുക്ക് മൊത്തം MCQs എഴുതേണ്ടതെങ്കിൽ അതിൽ 40 മാർക്കാണ് നമുക്ക് പാസ് വേണ്ടത്. ഇനി ആഫ്റ്റർനൂൺ സെക്ഷനിൽ നമ്മൾ 100 മാർക്കിന് എഴുതുമ്പോൾ അതിലും 40 മാർക്കാണ് പാസ് വേണ്ടത്. പക്ഷേ 40+40 80 ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലാവും. ആവറേജ് ടോട്ടൽ എന്ന് പറയുന്നത് ക്യാറ്റിലെ 2 എക്സാമിനും കൂടെ ചേർത്തിട്ട് 100 വേണം. അതായത് പേപ്പറിൻ്റെ ഇൻഡിവിജ്വൽ പാസ് മാർക്ക് 40യും ദെൻ അത് കഴിഞ്ഞിട്ട് രണ്ടിൻ്റെയും അഗ്രിഗേറ്റ് ആവറേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 100 ഓർ എബോവ്, ദാറ്റ് ഈസ് 50% ആണ് ക്യാറ്റിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ പാസ് പെർസെൻറ്റേജ് ആയിട്ടുള്ള പാസ് മാർക്കായിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഇൻസ്ട്രക്ഷൻസിലോട്ട് നമുക്ക് വരാം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈച്ച് പേപ്പർ വിൽ ക്യാരി 100 മാർക്സ് വിത്ത് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 1 മാർക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് എക്സാംസിന് നമുക്ക് വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതമാണ് വരുന്നത്. MCQ OMR ഷീറ്റ് സെൻട്രൽ ബേസ്ഡ് ഓഫ്ലൈൻ എക്സാം ആണ്. അതായത് കഴിഞ്ഞ ടേം മുതൽ CMA ക്യാറ്റിൻ്റെ എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ സെൻറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഓഫ്ലൈൻ എക്സാം ആണ്. ഓഫ്ലൈൻ എക്സാം ഇൻ ദ സെൻസ് MCQ മറ്റേ നമ്മുടെ ഈ ബബിൾ ചെയ്യുന്ന സിസ്റ്റത്തിലാണ് നമുക്ക് MCQ എക്സാംസ് നടക്കുന്നത്. ഇനി ക്യാറ്റ് പാർട്ട് 1 എക്സാമിനേഷൻ വിൽ ബി സിംഗിൾ ഡേ എക്സാമിനേഷൻ ഫോം സെൻറ്റർ നോട്ടിഫൈഡ് ഇൻ ടൈം ടേബിൾ പറഞ്ഞിരിക്കുന്ന എക്സാം സെൻറ്ററിൽ ക്യാറ്റിൻ്റെ ലെവൽ 1. ആക്ച്വലി ക്യാറ്റിൻ്റെ ലെവൽ 1 എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാകും. ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സർട്ടിഫൈഡ് കോഴ്സാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അത് 3 സ്റ്റെപ്പായിട്ടാണ് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്യാറ്റ് ലെവൽ 1, ക്യാറ്റ് ലെവൽ 2 ആൻഡ് 45 ഡേയ്സ് ട്രെയിനിങ്. ഓക്കെ, അതിനകത്ത് ക്യാറ്റ് ലെവൽ 1ൻ്റെ എക്സാമാണ് നമ്മളിപ്പോൾ സാധാരണ ക്യാറ്റിൻ്റെ എക്സാം എന്ന് ജനറലി പറയാറുള്ളത്. ഓക്കെ, ലെവൽ 2 ജനറലി വരുന്നത് ഓൺലൈൻ എക്സാമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വിട്ടേക്കാം. എക്സാം സെൻറ്റർ മാത്രം നമുക്ക് ടൈം ടേബിൾ നോക്കി മനസ്സിലാക്കുന്നത് മാത്രം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് നമുക്ക് ആദ്യത്തെ എക്സാം വരുന്നതും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 4 മണി വരെയാണ് നമുക്ക് ആഫ്റ്റർനൂൺ സെക്ഷനിലെ രണ്ടാമത്തെ എക്സാം വരുന്നതും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 100 ക്വസ്റ്റ്യൻ ആദ്യത്തെ ഒന്നാമത്തെ സെക്ഷനിൽ നടക്കുന്ന ആദ്യത്തെ എക്സാമിന് 60 മാർക്കിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാർട്ട് 1 60 മാർക്കിനും ദെൻ 40 ക്വസ്റ്റ്യൻസ് ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത് 40 മാർക്കിനാണ് ചോദിക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ജനറലി ഡീൽ ചെയ്ത കാര്യങ്ങളാണ്. നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദ എക്സാം വിൽ ഓൺലി ബി അലൗഡ് ടു ടേക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഔട്ട് ഓഫ് ദ എക്സാമിനേഷൻ ഹാൾ ആഫ്റ്റർ ദ എക്സാമിനേഷൻ ഈസ് ഓവർ. അതായത് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ്ലൈൻ എക്സാം ആയതുകൊണ്ട് പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് ഉണ്ടാവും. നമുക്ക് ആ പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ എക്സാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. ദെൻ റഫ് പേപ്പർ, നമുക്ക് ഈ വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള റഫ് പേപ്പേഴ്സ് എല്ലാം ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. റഫ് വർക്കൗട്ട് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ മാത്രം നമ്മൾ വർക്ക് ചെയ്യുക. നോൺ വിൽ ബി അലൗഡ് ടു ലീവ് ദ എക്സാമിനേഷൻ ഹാൾ ബിഫോർ കംപ്ലീഷൻ ഓഫ് എക്സാമിനേഷൻ. ആക്ച്വലി നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ MCQs ഒക്കെ നമ്മൾ നേരത്തെ അറ്റൻഡായി കഴിയും. ആ സമയത്ത് നമുക്ക് എക്സാമിന് മതി, നമുക്ക് അടുത്ത എക്സാമിന് പഠിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. ശരിക്കും പറഞ്ഞാൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമിന് നമുക്ക് 12 മണിക്ക് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, എക്സാം ഹാൾ വിട്ട് പുറത്ത് വരാൻ കഴിയുള്ളൂ. നോ നെഗറ്റീവ് മാർക്ക് ഇൻ ദ ക്യാറ്റ് പാർട്ട് 1 നമ്മളിപ്പോൾ എഴുതുന്ന ക്യാറ്റിൻ്റെ എക്സാമിന് എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ല. ദെൻ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് അഡ്മിറ്റ് കാർഡിനകത്ത് ബേസിക് ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് എക്സാമിൻ്റെ ടൈം ടേബിൾ നമ്മൾ ശ്രദ്ധിച്ചോണം. പിന്നെ നമുക്ക് വേണ്ടത് കാൻഡിഡേറ്റ് ഷുഡ് റൈറ്റ് റോൾ നമ്പർ ഇൻ ദ അലോട്ടഡ് സ്പേസ് ഓർ OMR ആൻസർ ഷീറ്റ്. OMR ആൻസർ ഷീറ്റിനകത്ത്
റോൾ നമ്പർ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് എഴുതുക. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് OMRൻ്റെ ഒരു പ്രോഫോം കാണിച്ചു തരാം. സ്കാറ്റിലെ നാളെ എഴുതാൻ പോകുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന OMR ഷീറ്റാണിത്. ഈ OMR ഷീറ്റിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കതിനകത്ത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ദാറ്റ് ഈസ് ഓൺ 14/12/2024. ദെൻ പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഇവിടെ നമ്മൾ റോൾ നമ്പർ, ഈ റോൾ നമ്പർ നമുക്ക് റോൾ നമ്പർ രജിസ്റ്റർ നമ്പർ 2 കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്യാറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പറുള്ള ഒരു സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടാവും, ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം നമ്മളിപ്പോൾ ഏറ്റവും അവസാനം ഡൗൺലോഡ് ചെയ്തെടുത്തൊരു അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. ഓക്കെ, ഈ അഡ്മിറ്റ് കാർഡിനകത്ത് റോൾ നമ്പർ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ റോൾ നമ്പറാണ് ഈ എക്സാമിൻ്റെ റോൾ നമ്പറായിട്ട് പരിഗണിക്കുക. അത് നമ്മൾ റോൾ നമ്പർ രജിസ്ട്രേഷൻ നമ്പറും തെറ്റിപ്പോകരുത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ആ മെയിലിൽ നമ്മൾ റിട്ടേൺ ഫോർമാറ്റിൽ എഴുതി അതേ റോൾ നമ്പർ നമുക്ക് താഴെ എന്ത് ചെയ്യണം, ഈ കോളത്തിനകത്ത് എഴുതി കഴിഞ്ഞിട്ട് നമുക്കിവിടെ അതിനെ ബബിൾ ചെയ്യേണ്ടി വരും. 1 2 3 4 അങ്ങനെ ബബിൾ ചെയ്യേണ്ടി വരും. അതാണ് അത് റോൾ നമ്പറായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്തൊരു കാര്യം. തൊട്ട് താഴെ ഫോർ ഓഫീസ് യൂസ് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ വിത്ത് ഡേറ്റ് എന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടത് ഇവിടെ മാത്രമാണ്. നമ്മൾ കാൻഡിഡേറ്റ് ആണ്, അപ്പോൾ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ്, നമ്മളെ ഡേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 14/12/2024 ആയിരിക്കും. ഓക്കെ, ഡേറ്റ് വെച്ചിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്യാം. ഇത്രയാണ് നമുക്ക് ജനറലി ഈ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ബബിൾ ചെയ്ത് തുടങ്ങുമ്പോൾ, അതായത് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം. 100 ക്വസ്റ്റ്യൻസിൻ്റെയും ബബിളിങ്ങിൻ്റെ ടേബിൾ ഓൾറെഡി ഫ്രണ്ട് ഷീറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്കിത് ബബിൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഇത് ബബിൾ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഒരു കറക്ഷൻ വിൻഡോ തന്നിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് മെത്തേഡും ഇൻകറക്റ്റ് മെത്തേഡും എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ABCD ആയിപ്പോയി. അപ്പോൾ നമ്മൾ അബദ്ധത്തിൽ തെറ്റി Aയും Cയും ചെയ്ത് കഴിഞ്ഞാൽ അത് അസാധുവാകും. ജനറലി ഒരു ക്വസ്റ്റ്യന് ഒരാൻസർ മാത്രമേ നമുക്ക് ഗീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ബബിൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ടേബിളായിട്ട് കിടക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് റോ ചൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ തെറ്റിപ്പോവാതെ ക്വസ്റ്റ്യൻ നമ്പർ 1 A ആണോ B ആണോ C ആണോ എന്ന് ആലോചിച്ച് അത് തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് തെറ്റാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്കെയിൽ വെക്കുക. ഓക്കെ, ഒരു സ്കെയിൽ വെച്ചിട്ട് ആ ഓരോ ലെവലിനനുസരിച്ച് മനസ്സിലാക്കി അതിന് നേർക്കായിട്ട് ആ സ്കെയിലിനെ വെച്ച് ക്ലിയർ ആക്കി എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് തെറ്റത്തില്ല. ഓക്കെ, ഇൻ കേസ് അത് തെറ്റിപ്പോയി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യന് തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൻസറുകൾ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൻസറുകൾ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ട്, നമുക്ക് ആ മാർക്കൊക്കെ ഡിസ്ക്വാളിഫൈ ആകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് ഇതിൻ്റെ എക്സാമിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട എക്സാംസ് റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എഴുതേണ്ടത് പേര്, കാറ്റ് രജിസ്ട്രേഷൻ നമ്പർ, റോൾ നമ്പർ ഓഫ് ദ കാൻഡിഡേറ്റ് റോൾ സെൻറ്റർ അലോട്ടഡ് ടു ഹിം മസ്റ്റ് നോട്ട് ബി അപ്പിയർ എനിവെയർ ഇൻ ദ OMR ആൻസർ ഷീറ്റ്. അതായത് നമുക്ക് വേണ്ടത് നമ്മുടെ പേരോ കാറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പറോ റോൾ നമ്പർ ഓഫ് ദ കാൻഡിഡേറ്റ് ആൻഡ് സെൻറ്റർ അലോട്ടഡ് ടു ഹിം ഓർ ഹർ മസ്റ്റ് നോട്ട് അപ്പിയർ എനിവെയർ ഇൻ ദ OMR ഷീറ്റ് എക്സെപ്റ്റ് ദ അലോട്ടഡ് പോർഷൻ. നമുക്ക് ഓൾറെഡി നമ്മുടെ പേരോ കാറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പറോ റോൾ നമ്പറോ ഒക്കെ എഴുതാനുള്ള സ്ഥലം തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ സ്ഥലത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മുടെ പേരും രജിസ്ട്രേഷൻ നമ്പർ റോൾ നമ്പറോ ഒക്കെ എഴുതാവൂ. വേറെ ഒരു സ്ഥലത്ത് അത് എഴുതി വെക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എക്സാം ഡിസ്ക്വാളിഫൈ ആവും. ഇനി രാവിലെ 10 മണി മുതൽ 12 മണി വരെ തുടങ്ങുന്ന എക്സാമിന് നമ്മൾ 9:45 ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവണം. 15 മിനിറ്റ് എന്താണ്, കൂൾ ഓഫ് ടൈമാണ്. ദെൻ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്ന 2 മണി മുതൽ 4 മണി വരെ എക്സാമിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, 1:45 ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവണം. അതിനുശേഷം അതെന്താണ്, കൂൾ ഓഫ് ടൈമാണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് വരുന്നത്, നമുക്ക് ID പ്രൂഫായിട്ട് നമുക്ക് കൊണ്ടുപോവേണ്ടത് ഈച്ച് കാൻഡിഡേറ്റ് മസ്റ്റ് പ്രൊഡ്യൂസ് വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ആധാർ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ID കാർഡ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ID കാർഡിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞത്. മുന്നേ ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രജിസ്ട്രേഷൻ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു അഡ്മിറ്റ് കാർഡ് ഐറ്റം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അഡ്മിറ്റ് കാർഡ് അല്ല, രജിസ്ട്രേഷൻ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ID കാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലെ ക്യാറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയം നമുക്ക് കിട്ടിയൊരു സാധനം ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഏതെങ്കിലും എനി അതർ ഗവൺമെൻറ് ID പ്രൂഫ്സ് നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ജനറലി വരുന്ന അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാൻഡിഡേറ്റ്സ് ഷുഡ് ക്യാരി ദം അഡ്മിറ്റ് കാർഡ്. കാൻഡിഡേറ്റിന് അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരാം.
സ്റ്റുഡൻസ് ID കാർഡ് ഡ്യൂലി ഇഷ്യൂഡ് ഓർ ഓതറൈസ്ഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇത് കൊണ്ടുവരാം. ദെൻ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ securing admission to the examination, failing which they will not be allowed to enter the exam. Apart from these, candidates are allowed to carry the following examination hall. അതായത് ഒന്നാമത്തെ കാര്യം നമുക്ക് അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരാം, രണ്ടാമത്തെ കാർഡ് നമുക്ക് ID പ്രൂഫ് കൊണ്ടുവരാം. ഓക്കെ, ഇതിന് പുറമെ നമുക്ക് എന്തൊക്കെ എക്സാം ഹാളിൽ കൊണ്ടുവരാം എന്ന് ചോദിച്ചാൽ അത് താഴെ കിടപ്പുണ്ട്. നമുക്ക് മാസ്ക് ഇടാം, 50 to 100 ml സാനിറ്റൈസർ ഇൻ ദ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ, സാനിറ്റൈസർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സ്റ്റേഷനറി ഐറ്റംസ് ലൈക്ക് പെൻ, പെൻസിൽ, ഇറേസർ, ഓർഡിനറി, നോൺ പ്രോഗ്രാമബിൾ ഓർ നോൺ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അല്ല, നോൺ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണ് കൊണ്ടുവരാൻ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ കിടക്കുന്നത്. ദെൻ സ്കെയിൽ ആൻഡ് അതർ റിക്വിസിറ്റ് സ്റ്റേഷനറി ഐറ്റംസ്. ദെൻ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ. ഹവർ ഡ്രിങ്കിങ് വാട്ടർ വിൽ ബി അവൈലബിൾ അറ്റ് ദ എക്സാം സെൻറ്റർ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൊണ്ടുപോകാം, പക്ഷേ എന്തായിരുന്നാലും ജനറലി എക്സാം സെൻറ്ററിൽ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇൻസ്ട്രക്ഷൻ കിടക്കുക. ട്രാൻസ്പെറൻറ്റ് എക്സാമിനേഷൻ ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം റിട്ടേൺ ബോർഡ് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഐ ഡോണ്ട് തിങ്ക് സോ. എന്നാലും നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് കൊണ്ടുപോകാം. റിസ്റ്റ് വാച്ച് വിച്ച് ഷുഡ് നോട്ട് ബി ഹാവിങ് എനി ഫീച്ചർ എക്സെപ്റ്റ് ഡിസ്പ്ലേ ടൈം ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം. അതായത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വാച്ച് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സാധാരണ നമുക്ക് ഈ സ്മാർട്ട് വാച്ച് ഒന്നും അലൗഡ് അല്ല. അതല്ലാതെ സാധാരണ നമുക്കൊരു അനലോഗ് വാച്ച് നമുക്കവിടെ എക്സാം ഹാളിൽ ഉപയോഗിക്കാം. ഓക്കെ, ടൈം അറിയാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കാൻഡിഡേറ്റ് ഷുഡ് മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ഇൻ ഹിസ് ഓർ ഹെർ റോൾ നമ്പർ ആസ് രജിസ്റ്റേർഡ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് റോൾ നമ്പർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി റോൾ നമ്പറിൻ്റെ കാര്യം തുടക്കത്തിലേ പറയുന്നുണ്ട്. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ റോൾ നമ്പറിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഇരിക്കേണ്ട സ്ഥലം അവിടെ വ്യക്തമായി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളവിടെ ഇരുന്നാൽ മതി. ഓക്കെ, എല്ലാ എക്സാം ഹാളിലും സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇനി നോ കാൻഡിഡേറ്റ് ഷാൾ ബി അലൗഡ് ടു എൻ്റർ ദ എക്സാം ഹാൾ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ഹാഫ് ആൻ അവർ ഓഫ് ദ commencement of examination, and no candidate shall be permitted to leave the examination hall before the expiry of 2 hours after the commencement of examination. അതായത് എക്സാം തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ ലേറ്റ് എൻട്രി നിങ്ങൾക്ക് എക്സാം ഹാളിനകത്ത് കയറ്റത്തില്ല. ഇനി അത് പോരാഞ്ഞിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്ത് 2 മണിക്കൂർ കഴിയാതെ നിങ്ങൾ പുറത്തും വിടത്തില്ല. ഓക്കെ, ഇനി such candidates need to submit his or her OMR sheet along with his or her question paper to the invigilator. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസിയോ എന്തെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന OMR ഷീറ്റും പ്ലസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്ത് വിടത്തില്ല. എക്സാമിൻ്റെ ടൈമിൽ തന്നെ 2 മണിക്കൂറിനകത്ത് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന OMRൻ്റെ ആൻസർ ഷീറ്റും ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, എന്ന് ഇൻവിജിലേറ്റർ കൊടുത്ത് ഇൻവിജിലേറ്റർ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തു പോകാൻ കഴിയുള്ളൂ. ദെൻ അണ്ടർ നോ സർക്കംസ്റ്റൻസസ് എനി റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ദ എക്സാമിനേഷൻ സെൻറ്റർ സീറ്റ് നമ്പർ വിൽ ബി എൻ്റർടൈൻ. ദ എക്സാമിനേഷൻ സെൻറ്റർ മെൻഷൻഡ് ഇൻ ദ അഡ്മിറ്റ് കാർഡ് വിൽ ബി ഫൈനൽ ഓൺ ആൻഡ് നോ ചേഞ്ച് ഇൻ ദ സെയിം വിൽ നോട്ട് ബി അലൗഡ് എനി സർക്കംസ്റ്റൻസസ്. ഇനി എന്ത് കേസസിലാണെങ്കിലും നമ്മുടെ എക്സാമിൻ്റെ സെൻറ്റർ മാറ്റാനോ നമ്മുടെ സീറ്റ് മാറ്റാനോ നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന എക്സാം സീറ്റ് മാറ്റാനോ കാര്യങ്ങളോ ഒന്നിനും ഒരു രീതിയിലും ഇല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മളിരുന്ന് എക്സാം എഴുതേണ്ടി വരും. ഇൻ കേസ് ഓഫ് എനി കാൻഡിഡേറ്റ് അപ്പിയർ അറ്റ് ആൻ എക്സാമിനേഷൻ സെൻറ്റർ അതർ ദാൻ ഓൺസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഹിസ് ഓർ ഹെർ അഡ്മിറ്റ് കാർഡ് ആൻസർ ബുക്ക്, the result of such candidate may be liable to be cancelled and also liable for ഡിസിപ്ലിനറി ലീഗൽ ആക്ഷൻസ് ആസ് പെർ ദ ലോ. അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതാത്ത കുട്ടികൾക്ക് അവരുടെ മാർക്ക് അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് എന്ത് ചെയ്യും, വിത്ത്ഹെൽഡ് ചെയ്യും, അല്ലെങ്കിൽ അത് ക്യാൻസലാക്കും. ഓക്കെ, ഇത്രയാണ് ജനറലി വരുന്ന അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് OMR ഷീറ്റിലാണ് നമ്മുടെ എക്സാംസ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈച്ച് കാൻഡിഡേറ്റ് മസ്റ്റ് ബി സൈൻ ഇൻ ദ അറ്റൻഡൻസ് ഷീറ്റ്. ഈ ഇൻവിജിലേറ്റർ നമുക്കൊരു അറ്റൻഡൻസ് ഷീറ്റ് കൊണ്ടുവരും. അതിനകത്ത് നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, അറ്റൻഡൻസ് ഷീറ്റിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളവിടെ എക്സാം അറ്റൻഡ് ചെയ്തതിനുള്ള തെളിവാണ്. ഓക്കെ, then അടുത്ത് personal belonging includes mobile phones are not allowed inside the examination room. Candidates are advised not to bring valuable personal belongings to the examination venue, and institute or examination center are not responsible for arranging the safekeeping of the items brought to the examination center, or in case they are lost, the damage lost.
നോ കറസ്പോണ്ടൻസ് ഷാൾ ബി എൻ്റർടൈൻഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് റിഗാർഡ്. സംഭവം നമുക്ക് മൊബൈൽ ഫോൺസും കാര്യങ്ങളും ഒന്നും എക്സാം ഹാളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഈ ഗോൾഡോ മറ്റ് കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കൈമോശം വന്ന് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്സാം സെൻറ്ററോ റെസ്പോൺസിബിൾ അല്ല എന്നാണ് ഇൻസ്ട്രക്ഷൻ വരുന്നത്. Then candidate should refrain themselves for spreading rumors or hosting any kind of material including examination on such media website like WhatsApp, Instagram, Facebook, YouTube, Twitter, Telegram. Any suspicious activity observed or rumors being spread should immediately be brought to the notice of the CAT directors. അതായത് കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ടത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ എക്സാമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും റൂമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ CAT ഡയറക്ടേഴ്സിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ദെൻ ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് CATൻ്റെ എക്സാമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളി നമുക്കിതിനെ സമ്മറൈസ് ചെയ്യാം. നമുക്കിപ്പോൾ 10 മണിക്ക് തുടങ്ങുന്ന എക്സാമിന് നമുക്ക് കൃത്യം 9:45 ക്ലാസ്സിൽ കയറുക. ക്ലാസ്സിൽ കയറുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ID പ്രൂഫ് വേണം. ID പ്രൂഫ് എന്ന് പറയുമ്പോൾ ICMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ID കാർഡ് ആവാം. ഇനി CATൻ്റെ അഡ്മിറ്റ് കാർഡും ആവാം. ഓക്കെ, ഇനി CATൻ്റെ അഡ്മിറ്റ് കാർഡ്, അപ്പോൾ ID കാർഡ് വേണം, CATൻ്റെ അഡ്മിറ്റ് കാർഡ് വേണം, പിന്നെ പെൻസിൽ കാറ്റഗറി നമ്മുടെ ജനറലി ഉള്ള നമ്മുടെ വർക്കിംഗ് ഗിയേഴ്സ് ഉണ്ടല്ലോ അതെല്ലാം വേണം, പിന്നെ വെള്ളം ഡ്രിങ്കിങ് വാട്ടർ വേണം. ഐ തിങ്ക് കേരളത്തിൽ ഒരു സ്ഥലത്തും സാനിറ്റൈസർ യൂസ് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ സാനിറ്റൈസർ ഈസ് നോട്ട് മാൻഡേറ്ററി, ഐ തിങ്ക് സോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോവുക. പിന്നെ കാൽക്കുലേറ്റർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ നോൺ സയൻറ്റിഫിക് തന്നെ കൊണ്ടുപോകണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, CMA എക്സാംസ് അറ്റൻഡ് ചെയ്യാം. നന്നായിട്ട് പ്രിപ്പയർ ആവൂ. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഇതാണ്. നമ്മൾ എത്രത്തോളം കറക്റ്റ് ആൻസേഴ്സ് എഴുതുന്നു അത്രയും മാർക്ക് നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യത്തില്ല, നഷ്ടമാവത്തില്ല. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്, ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഓൾ.